മാങ്കുളം ആനക്കുളം റൂട്ടിലെ ജീപ്പ് സഫാരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. കാടും പുഴയും വന്യമൃഗങ്ങളും ചേരുന്ന അതിമനോഹരമായ ഒരു യാത്രയാണിത്. പ്രധാന ആകർഷണം: ആനക്കുളം ആനത്താര. ഈ യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത ആനക്കുളം പുഴയാണ്. പുഴയുടെ ഒരു പ്രത്യേക ഭാഗത്ത് വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആനകൾ, വെള്ളം കുടിക്കാൻ എത്താറുണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് ഉപ്പുവെള്ളത്തിന്റെ ഗുണമുള്ളതിനാലാണ് ആനകൾ കൂട്ടത്തോടെ ഇവിടേക്ക് വരുന്നത്. ദൂരം: പുഴയുടെ അക്കരെ നിൽക്കുന്ന ആനകളെ ഏകദേശം 50 മീറ്റർ ദൂരത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആനകൾക്കും മനുഷ്യർക്കും ഇടയിൽ മതിലുകളോ വേലികളോ ഇല്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സമയക്രമം: സാധാരണയായി വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ആനകളെ കാണാൻ കൂടുതൽ സാധ്യതയുള്ളത്. യാത്രയിലെ പ്രധാന കാഴ്ചകൾ: മൂന്നാറിൽ നിന്നോ അടിമാലിയിൽ നിന്നോ ആണ് സാധാരണയായി ഈ സഫാരി ആരംഭിക്കുന്നത്. ഏകദേശം 35 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ ദൂരമുള്ള ഈ യാത്രയിൽ താഴെ പറയുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാം. സ്ഥലങ്ങൾ. പ്രത്യേകതകൾ: വിരിപ്പാറ വെള്ളച്ചാട്ടം. കുളിക്കാനും സമയം ചെലവഴിക്കാനും പറ്റിയ മനോഹരമായ വെള്ളച്ചാട്ടം. ടൈഗർ കേവ്, പുലിമട കാട്ടിനുള്ളിലെ സ്വാഭാവികമായ ഗുഹ. തൂക്കുപാലം, പുഴയ്ക്ക് കുറുകെയുള്ള ആവേശകരമായ തൂക്കുപാലം. പുഴ മുറിച്ചുകടക്കൽ, പുഴയിലൂടെ ജീപ്പ് ഓടിച്ചു പോകുന്ന സാഹസികമായ അനുഭവം. 33 വെള്ളച്ചാട്ടം. മാങ്കുളം ഭാഗത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു നിര. തേയില, ഏലത്തോട്ടങ്ങൾ, തിരക്കില്ലാത്ത മനോഹരമായ തോട്ടങ്ങളിലൂടെയുള്ള യാത്ര. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ചെലവ്: ഒരു ജീപ്പിന് ഏകദേശം 3000 മുതൽ 3500 രൂപ വരെയാകും. ഒരു ജീപ്പിൽ 6 മുതൽ 10 പേർക്ക് വരെ യാത്ര ചെയ്യാം. സമയം: ഏകദേശം 5 മുതൽ 7 മണിക്കൂർ വരെ ഈ യാത്രയ്ക്ക് എടുക്കും. ഏറ്റവും അനുയോജ്യമായ സമയം: സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഏറ്റവും നല്ലത്. കനത്ത മഴയുള്ള സമയത്ത് പുഴ മുറിച്ചുകടക്കുന്നത് അപകടമായതിനാൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവാം. ബുക്കിംഗ്: മൂന്നാർ ടൗണിൽ നിന്നോ അടിമാലിയിൽ നിന്നോ സഫാരി ജീപ്പുകൾ ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കാൻ: നിശബ്ദത പാലിക്കുക, ആനകളെ കാണുന്ന സ്ഥലത്ത് ബഹളം വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ ശബ്ദങ്ങൾ കേട്ടാൽ ആനകൾ കാട്ടിലേക്ക് തിരിച്ചുപോകാൻ സാധ്യതയുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു ജോഡി അധിക വസ്ത്രങ്ങൾ കരുതുന്നത് നന്നായിരിക്കും. യാത്ര: പരുക്കൻ റോഡുകളിലൂടെയുള്ള യാത്രയായതിനാൽ നടുവേദനയോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉള്ളവർ ശ്രദ്ധിക്കണം. പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് എത്താം. ഒരു ചെറിയ അവധിക്കാല യാത്രയ്ക്ക് ഇത് മികച്ച തിരഞ്ഞെടുപ്പാണ്.